നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലൈംഗിക അടിമകളാക്കിയ അച്ഛനെ റഷ്യയിൽ 3 പെൺമക്കൾ ചേർന്ന് കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത ആരും മറന്നിട്ടുണ്ടാവില്ല. കാരണം പ്രവാസി മലയാളിയിൽ നിന്ന് മാത്രം 3 ലക്ഷത്തിലധികം മലയാളികളാണ് ഈ വാർത്ത കേട്ടറിഞ്ഞത്. അവർ അച്ഛനെ കൊലപ്പെടുത്തിയിട്ട് പോലും ആ രാജ്യം മുഴുവൻ അവർക്കൊപ്പമാണ് നിന്നത്. ക്രിസ്റ്റീന, ആഞ്ചലെ, മരിയ എന്നിവരായിരുന്നു ആ 3 പെൺകുട്ടികൾ. അവർ ആ അച്ഛനെ കൊലപ്പെടുത്തിയതിന് കാരണമുണ്ട്. ഒരു അച്ഛൻ നിൽക്കേണ്ട സ്ഥാനത്ത് ആ സ്ഥാനത്തല്ലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. രാജ്യം മുഴുവൻ അവർക്കൊപ്പം നിന്നിട്ടും കോടതി പക്ഷേ അവർക്കൊപ്പം നിന്നില്ല. അച്ഛനെ കൊന്ന കേസിൽ 20 വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിക്കുകയായിരുന്നു കോടതി. വീട്ടിൽ പൂട്ടിയിട്ട് പെൺകുട്ടികളെ ഈ പിതാവ് 2014 മുതൽ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകൾ കുട്ടികൾ നടത്തിയപ്പോൾ ആ രാജ്യം മുഴുവൻ ഞെട്ടലോടെയായിരുന്നു അത് ഏറ്റെടുത്തത്. അതുപോലെ തന്നെ അമ്മയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും നിങ്ങൾ പുലർത്തരുത് എന്ന കുട്ടികളോട് കർക്കശമായി അദ്ദേഹം താക്കീത് ചെയ്തിരുന്നതായും കുട്ടികൾ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. 30ഓളം തവണ കത്തി കൊണ്ട് കുത്തിയും കുടം കൊണ്ട് തലക്കടിച്ചുമാണ് 3 പെൺമക്കൾ ആ പിതാവിനെ കൊലപ്പെടുത്തിയത്. മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ അവർ പോലീസിൽ തന്നെ വിളിച്ചു പറയുകയായിരുന്നു. വളരെ ശാന്തമായി അവർ പോലീസിൽ വിളിച്ചു പറയുകയായിരുന്നു, ഞങ്ങൾ പിതാവിനെ കൊലപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ അന്നു മുതലാണ് അവർ നിയമ നടപടികൾ നേരിടേണ്ടി വന്നത്. 20 വർഷം തടവ് ശിക്ഷയാകും ഇവരെ കാത്തിരിക്കുന്നത് എന്ന് അന്വേഷണ കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ പെൺകുട്ടികളെ ശിക്ഷിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ റഷ്യയിൽ ഉയരുന്നത്. 2018 ജൂലൈ 27 വൈകുന്നേരം മിഖായേൽ ഖാചാതുറിയാൻ എന്ന 57 വയസ്സുകാരൻ തൻ്റെ 3 മക്കളെയും ഒറ്റയ്ക്ക് കിടപ്പുമുറിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഫ്ലാറ്റ് അലങ്കോലമാക്കിയതിന് നന്നായി വൃത്തിയാക്കാനായിരുന്നു അവരോട് ആവശ്യപ്പെട്ടത്. അവരെ കണക്കിന് ശാസിക്കുകയും ചെയ്തു. തുടർന്ന് ഓരോരുത്തരുടെയും മുഖത്തേക്ക് അയാൾ കുരുമുളക് സ്പ്രേ അടിക്കുകയാണ് ഉണ്ടായത്. നിലവിളിച്ചുകൊണ്ട് മുറിവിട്ട് പുറത്തേക്കോടി അവർ സ്വന്തം മുറികളിൽ ചെന്ന് കരയുകയാണ് ഉണ്ടായത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാളുടെ കോപം അടങ്ങി അയാൾ ഉറങ്ങുകയായിരുന്നു. അച്ഛൻ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ആ 3 കുട്ടികളും തിരിച്ച് അതേ മുറിയിലേക്ക് തന്നെ വരികയായിരുന്നു. ഇത്തവണ ഒറ്റയ്ക്കായിരുന്നില്ല, 3 പേരും ഒന്നിച്ചാണ് വന്നത്. അവർ 3 പേരും കൂടി സ്വന്തം അച്ഛനെ കുത്തിയും ചുറ്റുകയും പെപ്പർ സ്പ്രേയും ഒക്കെ ഉപയോഗിച്ച് കൊന്നുകളയുകയായിരുന്നു. കത്തി കൊണ്ട് കഴുത്തിലും നെഞ്ചത്തും വയറ്റിലും മുറിവുണ്ടാക്കി, ചുറ്റിക കൊണ്ട് തല അടിച്ചു പൊളിച്ചു. കണ്ണിൽ തന്നെ പെപ്പർ സ്പ്രേ കുപ്പി മുഴുവൻ അടിച്ചു തീർക്കുകയാണ് ഉണ്ടായത്. കലി അടങ്ങും വരെ അവർ മിഖായേലിനെ ആക്രമിക്കുകയായിരുന്നു. ഒടുവിൽ അയാൾ മരിച്ചപ്പോഴേക്കും അയാളുടെ ദേഹത്ത് കുത്തുകൊണ്ടതിൻ്റെ 30 പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘം പറഞ്ഞത്. തലയ്ക്ക് ചുറ്റി കൊണ്ട് അടിയേറ്റതിൻ്റെ 10 മുറിവുകളും ഉണ്ടായതായി പോലീസ് പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. മരിച്ചു എന്നുറപ്പിച്ച ശേഷം അവർ ടെലിഫോൺ എടുത്ത് പുറത്തിറങ്ങി പോലീസിനെ വളരെ ശാന്തമായി വിളിച്ചു പറയുകയായിരുന്നു, ഞങ്ങൾ അച്ഛനെ കൊന്നു എന്നുള്ളത്. പോലീസ് വന്നു, 3 സഹോദരിമാരെയും അറസ്റ്റ് ചെയ്തു. അന്വേഷണം തുടങ്ങി. ആ അന്വേഷണത്തിൽ വെളിപ്പെട്ടത് ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരുന്നു. വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ 3 പെൺകുട്ടികളും കൂടി അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു നരകയാതന, അതുതന്നെയാണ് പിന്നീട് റഷ്യയും ലോകം മുഴുവനും കേട്ടറിഞ്ഞത്. കഴിഞ്ഞ 3 വർഷങ്ങളായി മിഖായേൽ തന്റെ പെൺമക്കളെ സ്വന്തം അടിമകളെ പോലെ, ലൈംഗിക അടിമകളെ പോലെയാണ് കണക്കാക്കിയിരുന്നതെന്ന് പിന്നീട് വെളിപ്പെട്ടു. നിരന്തരം മർദ്ദനങ്ങൾക്ക് അവർ വിധേയരാക്കപ്പെട്ടു, ലൈംഗികമായും അവർ പീഡിപ്പിക്കപ്പെട്ടു എന്ന പെൺകുട്ടികളുടെ വെളിപ്പെടുത്തൽ റഷ്യയെ തന്നെ ഒന്നടങ്കം ഞെട്ടിക്കുകയായിരുന്നു. മിഖായേൽ നഗരത്തിലെ മയക്കുമരുന്ന് മാഫിയയുടെ ഒരു സുപ്രധാന കണ്ണിയാണ് എന്നുള്ള വിവരം പിന്നീട് പുറത്തു വന്നു. പെൺമക്കളുടെ കാര്യത്തിൽ വല്ലാത്ത ഒരു ഉടമസ്ഥതാ ബോധം വച്ചു പുലർത്തിയിരുന്ന മിഖായേൽ വീട്ടിലെ മുറികളിലെല്ലാം തന്നെ CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത. മക്കളെ വിവസ്തരാക്കി പരേഡ് വരെ ആ ഒരു പിതാവ് നടത്തിയിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പിന്നീട് പോലീസിനോട് ഈ പെൺകുട്ടികൾ തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി. ഈ പെൺകുട്ടികൾ കുറ്റക്കാരല്ല, അവരെ വെറുതെ വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരവധി പ്രക്ഷോഭങ്ങൾ റഷ്യയിൽ തന്നെ നടക്കുകയുണ്ടായി. ഗാർഹിക പീഡനങ്ങൾക്കെതിരെ ഒരു നിയമവും റഷ്യയിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർക്ക് 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത ഉള്ളതായി വിലയിരുത്തപ്പെടുന്നത്. ആകെയുള്ള 2017 ഒരു ക്രിമിനൽ വകുപ്പ് പ്രകാരം സ്വന്തം ഭാര്യയെയോ മകളെയോ ഒക്കെ തല്ലുന്നവർക്ക് പരമാവധി കിട്ടാവുന്ന ശിക്ഷ 2 ആഴ്ച തടവാണ്. കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് അവരുടെ അമ്മയെ മിഖായേൽ അടിച്ച് ഫ്ളാറ്റിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞിരുന്നു. സ്വന്തം മക്കളെ കാണാൻ പോലും അവർക്ക് ഒരു അനുവാദവും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അവർ നേരിട്ട ക്രൂരതകൾ തുറന്നു പറയുമ്പോൾ റഷ്യ ഒന്നാകെ അവർക്കൊപ്പം നിൽക്കുകയായിരുന്നു. പക്ഷേ കോടതി ഇപ്പോഴും അവരോട് കനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.